ശ്രീ ഐസക് ജോൺ, എന്താണ് ഗൾഫിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നുവല്ലോ. ഇപ്പോൾ പൊടുന്നനെയുണ്ടായ 2 ആക്രമണങ്ങൾ കുവൈറ്റിലും ബഹ്റൈനിലും. ഇതെങ്ങനെയാണ് ഗൾഫിനെ വീണ്ടും ഒരു ആശങ്കയുടെ മുനമ്പിലേക്ക് എത്തിക്കുകയാണോ? അതെ, മനുഷ്യ പറഞ്ഞു കഴിഞ്ഞു. ആശങ്കയുടെ മുനമ്പിലല്ല, ഇത് വലിയൊരു ആശങ്കയാണ്. അപ്പം ഈ വേറൊരു യുദ്ധം തുടങ്ങിയ ശേഷം നേരത്തെ ഇതിനേക്കാളും വലിയ അറ്റാക്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് വേറൊരു വ്യാപ്തി വർദ്ധിക്കുകയാണ്. ഇതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റ് ആകാനായിട്ടുള്ള, അതായത് ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളും കൂടെ നേരിട്ട് പങ്കെടുത്ത് ആകാനുള്ള ഒരു സാധ്യത ഇതുമൂലം ഉണ്ടാകും. ഇങ്ങനെ ഈ രീതിയിൽ എസ്കലേറ്റ് ചെയ്യുകയാണ്. അതിനൊരു പ്രസ്താവനയും കണ്ടിരുന്നു അല്ലേ, UAE-യുടെ ഭാഗത്തു നിന്നാണ് യോജിച്ചുള്ള ഒരു ആക്രമണം നടത്തണം ഗൾഫ് രാജ്യങ്ങൾ. UAE-യുടെ പറഞ്ഞത് യോജിച്ചുള്ള വ്യോമ എയർ മിസൈൽ ഡിഫൻസ് ഒരു കോർഡിനേഷൻ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല, ഇതുവരെ വളരെയേറെ സമീപനം പാലിച്ചാണ് ഗൾഫ് രാജ്യങ്ങൾ. അവർ തിരിച്ചടിച്ചിട്ടില്ല. എത്രയോ UAE-ക്കെതിരെ തന്നെ ഏകദേശം 3000-ഓളം അറ്റാക്സ്, അതായത് ഡ്രോണ്, മിസൈല്, അല്ലെ ബാലിസ്റ്റിക് മിസൈല്, ക്രൂസ് മിസൈൽ, ഇതെല്ലാം കൂടെ ചേർത്തുള്ള അറ്റാക്സ് ഉണ്ടായിട്ടും UAE അതിനെ തടഞ്ഞതല്ലാതെ ഒരു അറ്റാക്ക് പോലും അവിടെ നടത്തിയിട്ടില്ല. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അതുപോലെയായിരുന്നു. പക്ഷേ ഇത് വീണ്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വളരെ സങ്കീർണമായ, കൂടുതൽ വലുതായിട്ടുള്ളൊരു ആവൽഘട്ടത്തിലേക്ക്, ഡേഞ്ചറസ് ഫേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഇറാന് വർദ്ധിച്ച വീര്യവും ആത്മവിശ്വാസവും ഉണ്ട് ഇപ്പം. കാരണം അവർക്കറിയാം അമേരിക്ക അത്ര പറഞ്ഞ വലിയൊരു പുലിയല്ല എന്ന്. അവർക്ക് മാത്രമല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇറാൻ സെൽഫ് റിയലൈസേഷനായിരുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾക്കും മനസ്സിലായി എന്താണ്, അമേരിക്കയെ മാത്രം നമ്പി നിന്നാൽ, അവരെ മാത്രം വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെയുള്ള സ്ഥിരമായിട്ടുള്ള അറ്റാക്കുകളും ഉണ്ടാകുകയും അതുമൂലം അവരുടെ എക്കോണമിക്കുണ്ടായ ആഘാതം അത് വളരെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഈ 6 ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘാതം നേരിട്ട UAE-യിൽ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് അത് വളരെ 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 സങ്കീർണമാണത്. കാരണം ആ ഒരു നിലയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് വർഷങ്ങൾ വീണ്ടെടുക്കും. കോവിഡ് സമയത്തോ അല്ലെങ്കിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിലോ ഉണ്ടായ പോലുള്ള ക്രൈസിസ് അല്ല ഇത്. ആൾക്കാർക്ക് മനസ്സിലായി, ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലായി, ഇത് എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിഴലിലാണ് UAE എന്നുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ബഹ്റൈൻ. അപ്പോൾ ഇവിടെയൊക്കെയുള്ള അവരുടെ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, അവിടെയുള്ള എല്ലാ രംഗങ്ങളും, അങ്ങോട്ടുള്ള സമസ്ത മേഖലകളെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഇതിന് 3 സിനേറിയോ നമുക്ക് നോക്കാം. 3 സിനേറിയോ നമുക്ക് 3 തരത്തിൽ. ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഒരു കൺട്രോൾഡ് എസ്കലേഷൻ ആയിട്ട് കൊണ്ടുപോകാം. അതായത് ഇറാൻ പറയുകയാണ്, അവർക്ക് സീസ് ഫയർ അവർ കൊടുത്തിട്ടുള്ള അജണ്ടകൾ, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന കണ്ടീഷൻസ് അമേരിക്ക റിജക്റ്റ് ചെയ്തു. US കൊടുത്തിട്ടുള്ള കണ്ടീഷൻസ് ഇവർ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള, കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എസ്കലേഷൻ. അതുമൂലം അവർക്കറിയാം അത് ഒരു പരിധി കൂടുതൽ വിട്ടുപോകത്തില്ല. അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനൊരു ഇൻഡെഫിനിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതിൽ ഇപ്പോൾ ഏത് സമയത്തും ഇപ്പോൾ അമേരിക്കയുടെ ഒരു ആക്രമണം ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് നേരെയോ മറ്റോ ഉണ്ടായാൽ ഉടൻ തന്നെ ഇറാൻ ഗൾഫ് മേഖലയിൽ ആക്രമണം ഉണ്ടായിരിക്കും, മിസൈലുകളും ഡ്രോണുകളും അയച്ചിരിക്കും. അങ്ങനെ ഒരു സ്ഥിതി വന്നിരിക്കുകയാണല്ലോ. നേരത്തെ അതുണ്ടായിരുന്നു. കാരണം നേരത്തെ UAE-യിലും ഒക്കെയുള്ള US ബേസിസിനും UAE-യിലുള്ള എയർപോർട്ടുകളും ബാക്കിയുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെതിരെയൊക്കെ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ല. അപ്പോൾ ഈ കൺട്രോൾഡ് എസ്കലേഷൻ കൂടാതെ ഇനി ഉള്ളത്, പ്രതീക്ഷയ്ക്ക് വകയുള്ളത്, ഇമ്മീഡിയറ്റായിട്ട് വീണ്ടും ഡിപ്ലോമാറ്റിക് പാത്തിലേക്ക് പോകണം. അത് 2 കൂട്ടരും ബാക്കിയുള്ള അവരുടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആഡഡ് അർജൻസിയോട് കൂടി അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ടാകണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന 3ാമത്തെ സിനേറിയാണ് ദ വേസ്റ്റ് കേസ് സിനേറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പ്രാദേശിക യുദ്ധമായിട്ടങ്ങ് വ്യാപിക്കും. അതായത് 6 ഗൾഫ് രാജ്യങ്ങളും, അതിൽ ചിലപ്പോൾ ഒമാൻ അതിനകത്ത് എപ്പോഴും ന്യൂട്രലായിട്ടുള്ള സ്റ്റാൻഡ്സ് എടുത്തിട്ടുള്ളതാണ്. ഒമാൻ ചിലപ്പോൾ മാറിയുന്ന, ബാക്കിയുള്ളവരെല്ലാം ഇൻവോൾവായിട്ട് ഇറാനെതിരെ US-ഉം ഇസ്രായേലും ഈ ബാക്കി 5 രാജ്യങ്ങളും ചേർന്ന് സംയുക്തമായിട്ടൊരു ആക്രമണം ഉണ്ടാകാം, ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ. എങ്കിലും എല്ലാ ആൾക്കാരുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. ഇറാൻ്റെ ഓരോ നീക്കത്തിലും അവർക്കറിയാം, ഈ US-ന് ഇനി ഒരിക്കലും ഒരു ഫുൾ സ്കെയിൽ
വാറിലേക്ക് പോകാൻ താല്പര്യമില്ല. അത് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശേഷി ഇപ്പോൾ അവർക്കില്ല. US ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അതിശോക്തിപരമായിട്ട് തോന്നുമെങ്കിൽ തന്നെ അതാണ് സത്യാവസ്ഥ. കാരണം അവരുടെ ഇപ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന ട്രംപാണ്. ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള ഇപ്പോൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ട്രംപിന്റെ പ്രസ്താവനയും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇറാൻ ആണവായുധം കൈവശം വെക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞുകൊണ്ടാണ് മുസ്തഫയുമായിട്ടുള്ള കൂടിക്കാഴ്ച താൻ ആഗ്രഹിക്കുന്നു, അത് എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നുവരെ ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇങ്ങനെ സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറിക്കുന്ന ഈ സമയത്തും ഇവിടെ തടസ്സമായി നിൽക്കുന്നത് ഇസ്രായേൽ ലെബനിലേക്കുള്ള ആക്രമണം നിർത്തിയിട്ടില്ല ഹിസ്ബുള്ളക്കെതിരെ. അപ്പോൾ അതുകൊണ്ട് ഇറാൻ അടങ്ങിയിരിക്കുന്നില്ല, അവർ ആക്രമണം ഇടയ്ക്കിടയ്ക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു സിനാരിയോ വന്നിട്ടില്ല ഇപ്പോൾ അവിടെ. അതിൽ ഒരു കാര്യം, ട്രംപ് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ട്രംപ് വിചാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നാൽക്കവലകളിലുള്ള ആൾക്കാർ പോലും ചിരിക്കുന്ന അല്ലെങ്കിൽ തമാശ രീതിയിൽ എടുക്കുന്ന ഒരു സംവിധാനമാണ് ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം അങ്ങ് വിടാം. ട്രംപ് എന്തു പറഞ്ഞു എന്നുള്ളത് റിലയബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇതിനകത്ത്. മഞ്ജുഷ, നമ്മൾ കാണേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ US വളരെ നല്ല രീതിയിൽ തന്നെ പ്രഷറൈസ് ചെയ്താണ്. ആക്ച്വലി ഞാൻ ഡേ 1 മുതൽ പറയുന്നത് ഇതിൻ്റെ കീ പ്ലെയർ എന്ന് പറയുന്നത് ഇസ്രയേലാണ്. ആ ഇസ്രയേൽ ഇപ്പോൾ നോക്കണം, വളരെ തന്ത്രപൂർവം നൈസായിട്ട് ഒരു വൺ സൈഡ് എടുത്ത് US-ൻ്റെ, അതായത് ഒരു ശീലാന്തി പറയില്ലേ എന്ന് പറയുന്ന മാതിരി US-ൻ്റെ ഷോൾഡറിലോട്ട് കൊണ്ട് വെച്ചു കൊടുത്തു ദേ ഇറാനെ. ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് മാറി. അവരുടെ എയിം എന്താണ്? അത് വിശാലമായിട്ടുള്ള ഈജിപ്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഇതിൽ എന്താ പറയുക എന്നുള്ള രീതിയിലാണ് ഈ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതൊരു കാരണവശാലും നടക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ട്രംപ് കാർഡ് എന്ന് പറയുന്നത്, അവരുടെ തുറുപ്പുചീട്ട് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. 1 ഹൂതീസ് ഉണ്ട്, 2 ഹോർമുസ് ഉണ്ട്, അതുപോലെ തന്നെ എൻറിച്ച്ഡ് യുറേനിയമാണ്. ഈ 3 പോയിന്റിൽ പക്ഷെ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം, ഇറാൻ എന്നാണോ ഡേ 1 മുതലുള്ള പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും അവർ പുറകോട്ട് മാറിയിട്ടില്ല ഒരു കാരണവശാലും. അവരപ്പോൾ അവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പം നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നേരെ മറിച്ച് US ആണിപ്പോൾ ഇറാൻ്റെ പുറകിന് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് ഈ ഊരാക്കൊടുക്കിൽ നിന്ന് തലയൂരണമെന്നുള്ള രീതിയിലാണ് US-ൻ്റെ ഈ പോക്ക്. പക്ഷേ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ കാര്യം ഇപ്പോൾ നമുക്ക് നേരത്തെ എനിക്ക് മുമ്പുള്ള പാനലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അതിലൊരല്പം ഡീവിയേഷൻ ഉണ്ട്. കാര്യം മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെല്ലാം ചിന്തിക്കാൻ തുടങ്ങി. കാര്യം അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വലിയ മിലിറ്ററി പവറൊന്നുമുള്ള രാജ്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. അവർക്ക് US അവരുടെ എക്സ്പാൻഷൻ പോളിസി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബേസ് ഞങ്ങൾക്ക് അവിടെ കാലുകുത്താനുള്ള സ്ഥലം തരുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവർ ഓരോ ഗൾഫ് കൺട്രീസിലും ബേസ് എടുത്തതാണ്, അതായത് US ബേസ്. ഇപ്പോൾ അവർക്കത് മനസ്സിലായി. അറബ് കൺട്രീസ് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് ഇപ്പോൾ ചൈന അല്ലെങ്കിൽ ആ ഒരു റഷ്യ എന്നുള്ള ആ ഒരു ആംഗിളിലോട്ട് വന്നിട്ട് US-ൻ്റെ ഷെൽട്ടറിൽ നിന്ന് മാറാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വരുന്നത് കൊണ്ടാണ്. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലേ നാളെ അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.